ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ ലീഗിലേക്ക് മടങ്ങിയെത്തിയതിനു ശേഷം മോശമല്ലാത്ത പ്രകടനം പുറത്തെടുക്കാൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർക്ക് സാധിക്കുന്നുണ്ട്. എന്നാൽ നെയ്മറുടെ ക്ലബ്ബായ സാന്റോസിന്റെ അവസ്ഥ അതല്ല. അവർ മോശം പ്രകടനമാണ് ഈ കാലയളവിൽ നടത്തിയിട്ടുള്ളത്. ഈ സീസണിലും അവരുടെ പ്രകടനം വളരെ ദയനീയമാണ്. അവസാനമായി കളിച്ച 5 മത്സരങ്ങളിൽ കേവലം ഒന്നിൽ മാത്രമാണ് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ബ്രസീലിയൻ ലീഗിലെ പോയിന്റ് പട്ടികയിൽ 16-ാം സ്ഥാനത്താണ് സാന്റോസ് ഉള്ളത്. 22 മത്സരങ്ങൾ കളിച്ചപ്പോൾ കേവലം 6 വിജയങ്ങൾ മാത്രമാണ് അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിന്റെ പേരിൽ നെയ്മർ ജൂനിയർക്ക് ബ്രസീലിൽ നിന്ന് തന്നെ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ ഏൽക്കേണ്ടി വരുന്നുണ്ട്. അതായത് നെയ്മർ ഒരു ലീഡർ അല്ല, ടീമിനെ മുന്നിൽ നിന്ന് നയിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല, അദ്ദേഹം മടിയനാണ് എന്നൊക്കെയാണ് ഇപ്പോൾ മുൻ ബ്രസീലിയൻ താരമായിരുന്ന സി എലിയാസ് ആരോപിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നെയ്മർ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നതിൽ മിടുക്കനാണ്. നെയ്മർ ഒരിക്കലും ടീമിനെ സഹായിക്കുന്നില്ല, കളിയിൽ നല്ല രീതിയിൽ ഇൻവോൾവ് ആവുന്നില്ല, നെയ്മറിൽ നിന്നും പന്തുകൾ നഷ്ടമാകുന്നു, മാത്രമല്ല അത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമം അവൻ നടത്തുന്നുമില്ല, വെറുതെ നോക്കി നിൽക്കുകയാണ് ചെയ്യുക. നിലവിൽ ഫിലിപ്പെ കൂട്ടിഞ്ഞോ ചെയ്യുന്നത് നോക്കൂ. വാസ്കോയിൽ അദ്ദേഹം മുന്നിൽ നിന്ന് നയിക്കുന്നു, നന്നായി ഓടുന്നു, പ്രസ് ചെയ്യുന്നു, ടാക്കിളുകൾ നടത്തുന്നു, നല്ല രൂപത്തിൽ മത്സരത്തിൽ പങ്കാളിയാകുന്നു. എന്തുകൊണ്ട് നെയ്മർ ജൂനിയർ അത് ചെയ്യുന്നില്ല? അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് കാരണം മറ്റു സഹതാരങ്ങളാണ് ബുദ്ധിമുട്ടിലാകുന്നത്. ഇതാണ് മുൻ ബ്രസീലിയൻ താരമായിരുന്ന സി എലിയാസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് നെയ്മർ ജൂനിയർ ഫിലിപ്പെ കൂട്ടിഞ്ഞോയെ കണ്ടു പഠിക്കണം. അദ്ദേഹം ടീമിനെ മുന്നിൽ നിന്ന് നയിക്കുന്നു, എല്ലാത്തിലും അദ്ദേഹം പങ്കെടുക്കുന്നു. അതുപോലെ നെയ്മർ ജൂനിയർ പങ്കെടുത്തുകൊണ്ട് സാന്റോസിനെ മുന്നിൽ നിന്ന് നയിക്കേണ്ടതുണ്ട് എന്നാണ് മുൻ ബ്രസീലിയൻ താരം പറഞ്ഞിട്ടുള്ളത്. ഏതായാലും സാന്റോസിന്റെ മോശം പ്രകടനത്തിൽ നെയ്മർ ജൂനിയർക്കും ഇപ്പോൾ വലിയ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്നുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.